ഹായ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? സനിലാണ്. ഇത് 2015 മോഡൽ ഫോർഡ് എക്സ്പെഡീഷൻ ആണ്. അപ്പം നമ്മുടെ അടുത്ത് ഇത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിങ്ങിൻ്റെ റിപ്പയറിങ്ങിനായിട്ട് വന്നായിരുന്നു. റിപ്പയറിങ് പോസിബിൾ അല്ലായിരുന്നു, കാരണം ബിയറിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റും ബോർഡൊക്കെ ഷോർട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീപ്ലേസ്മെൻ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഹെവി വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവർ സ്റ്റിയറിങ്ങും കുറച്ച് ഹെവിയാണ്. ഇതാണ് ഈ വണ്ടിയുടെ ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ അടിഭാഗത്ത് ഡിഫറൻഷ്യലിന് തൊട്ട് മുമ്പായിട്ട് ചേസിലാണ് ഈ ഒരു ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് യൂണിറ്റിൻ്റെ വയറിംഗ് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒന്നിൽ ചെറിയ കപ്ലറിൽ 3 പിന്നാണ് വരുന്നത്. അതിലൊന്ന് 12 വാൾട്ട് ഇഗ്നിഷൻ പവറും ബാക്കി 2 ക്യാൻ ലോയും ക്യാൻ ഹൈയുമുള്ള കമ്മ്യൂണിക്കേഷൻ ലൈനുകളാണ് ഉള്ളത്. പിന്നെ വരുന്നത് മെയിൻ സോക്കറ്റാണ്. മെയിൻ സോക്കറ്റിൽ 2 തടിച്ച വയറുകളാണ് ഉണ്ടാവുക. ഒന്ന് പോസിറ്റീവും മറ്റേതൊന്ന് നെഗറ്റീവും. അതും നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഈ വണ്ടിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു റാക്ക് സ്റ്റിയറിങ്ങിന് നേരെ മുകളിലായിട്ടാണ് എൻജിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. അപ്പോൾ അവിടുന്ന് എൻജിൻ്റെ ടൈമിംഗ് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ഓയിൽ ലീക്കുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ലീക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഇലക്ട്രോണിക് റാക്ക് സ്റ്റിയറിംഗ് വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. ഇതൊരു 3.5 V6 ട്വിൻ ടർബോ വരുന്ന ഇക്കോ ബൂസ്റ്റ് എഞ്ചിനാണ്. അപ്പം ഇതിൻ്റെ കുറേ സാധനങ്ങൾ അഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ടൈമിംഗ് കവർ അഴിച്ച് മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ടൈം എടുത്ത് സാവധാനത്തിൽ ചെയ്യേണ്ട ജോലിയാണ്. അപ്പം കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ